അങ്ങനെ ആ ദിവസത്തി ഞാനിന്ന് നാട്ടിൽ പോവാം. ലോങ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ 3-4 ബാഗൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ തൂക്കി പിടിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പൈപ്പനഹള്ളിയിട്ട് ദീപാഞ്ജലി നഗർ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക്. പക്ഷേ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് ഞാനൊരു മണ്ടത്തരം കാട്ടിയത്. വിരാജ്പേട്ടയ്ക്ക് ഡയറക്റ്റ് ബസ് കിട്ടുമോ നോക്കിയിട്ട് ഞാനൊരു 1.5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അത് കിട്ടൂലെന്ന് ഉറപ്പായപ്പം മൈസൂർക്ക് ബസ്സും കയറി. എപ്പോഴത്തെയും പോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യം ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടാ. പക്ഷേ ഇവളെ പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഇവളെ ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് ഫ്രണ്ടായത്. അതുകൊണ്ടാണ് സാധാരണ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് സംസാരിക്കലാണല്ലോ പതിവ്. അങ്ങനെ രാജ്പേട്ട് എത്തി. പിന്നെ നമ്മുടെ സ്വന്തം KSRTCയിൽ ഒരു യാത്ര. പിന്നെ എൻ്റെ മുടി എന്നെ പോലെ തന്നെയാണ്, പറഞ്ഞ ഒരു വക വെക്കൂല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മുടിയല്ലേ. അങ്ങനെ ഇരട്ടിയെത്തി, ഇന്നാനിയെത്തി, നമ്മൾ വീട്ടിലെത്തി. ഇനിയാണ് എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് മൊമെൻറ്റ്. കേട്ടില്ലേ? ഇനി എൻ്റെ ഒരു ട്രാൻസിഷനാണ് കേട്ടോ. ഇവിടെ വന്ന കോലവും ഞാൻ ഇവിടെ നിന്നുണ്ടായ കോലവും ഒന്നുമില്ല, ഒന്ന് കുളിച്ച് അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് കട്ടൻ കാപ്പിയും കുടിച്ച് നമ്മൾ 4 പേരും കൂടി ഒരു ബിരിയാണിയും തട്ടി. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങാനും കിടന്നു. പിന്നെ ഇനിയെല്ലാ ദിവസം എൻ്റെ തള്ള കേൾക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ശരി.